ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിൻ്റെ അമ്മ മണിയുടെ അടുത്തേക്ക് സന്തോഷിനെ പുതിയൊരു വിവാഹാലോചനയുമായി പോറ്റിയെത്തുന്നുണ്ട്. അത് നടക്കുമോന്ന് മണി സംശയം പ്രകടിപ്പിക്കുമ്പോൾ സന്തോഷിന് നല്ലൊരു സർക്കാർ ജോലിയില്ലേ, കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു വർഷം തികച്ചൊരുമിച്ച് കഴിഞ്ഞില്ല, കുട്ടികളുമില്ല. ഏറ്റവും പ്രധാനം ഈ കുട്ടികൾ തമ്മിൽ പാപസാമ്യമുണ്ട്, നടക്കാനാ സാധ്യതയെന്ന എന്റെ മനസ്സ് പറയുന്നതെന്ന് പോറ്റി പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് നോക്കിയാലോ എന്ന് മണിയും സന്തോഷത്തോടു കൂടി പറയുമ്പോഴേക്കും അങ്ങനെ അങ്ങ് നോക്കാൻ പറ്റുമോ? ആദ്യം സന്തോഷിന് ഡിവോഴ്സ് കിട്ടണ്ടേ, പിന്നെയേ പറ്റൂ കല്യാണം എന്ന് പോറ്റിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയല്ലേ, അതുടനെ നടക്കൂലെന്ന് മണിയും ചോദിക്കുന്നുണ്ട്. കോടതിയുടെ കാര്യമല്ലേ, അത് മുറ പോലെ നടക്കൂ, സമയമെടുക്കുമെന്ന് പോറ്റി പറയുമ്പോൾ അപ്പോ എന്ത് ചെയ്യും അണ്ണ നമ്മളെന്ന് മണിയും ചോദിക്കുന്നുണ്ട്. മ്യൂച്വൽ കൊടുക്കണം, എന്നാ കാര്യങ്ങൾ പെട്ടെന്ന് തീർപ്പാക്കാം. പക്ഷേ അതിനാ നരുന്ത് പെണ്ണിന്റെ വീട്ടുകാർ കൂടി സമ്മതിക്കണ്ടേ? ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നറിഞ്ഞാൽ അവര് നമ്മളെ കൊല്ലങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും എന്ന് പോറ്റി പറയുന്നുണ്ട്. അപ്പോ എന്താ അണ്ണ ഒരു പോംവഴി എന്ന് മണി ടെൻഷനോടെ ചോദിക്കുമ്പോൾ പോറ്റി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഒരു വഴിയുണ്ട്, അതൊന്ന് തഞ്ചത്തിൽ നിന്ന് ശരിപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് പറ എന്ന് മണി പറയുമ്പോൾ വീണയുടെ വീട്ടുകാരെ കണ്ട് രണ്ടു കൂട്ടർക്കും ചേർന്ന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മ്യൂച്വലാണ് ഇരു കൂട്ടർക്കും നല്ലതെന്ന് ബോധ്യപ്പെടുത്തണം. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ ശരിയാവില്ല, ഒന്ന് തഞ്ചത്തിൽ സംസാരിച്ച് സമ്മതിപ്പിക്കണം എന്ന് പോറ്റി പറയുന്നുണ്ട്. എനിക്ക് ആ കൂട്ടരെ കാണുമ്പോഴേ കാലിൻ്റെ അടിന്ന് പെരുത്തു കയറും എന്ന് മണി ദേഷ്യത്തോടെ പറയുമ്പോൾ എനിക്കുമില്ലേ ആ കൂട്ടരോട് ദേഷ്യം, പക്ഷേ ഇവിടെ ആവശ്യം നമ്മുടേതാ മണി, അതുകൊണ്ട് സ്നേഹത്തോടെ സംസാരിച്ച് മ്യൂച്വലിന് സമ്മതിപ്പിക്കണം. തൽക്കാലം നടേശനോട് പറയണ്ട, എന്തെങ്കിലും ഉടക്ക് ന്യായം പറഞ്ഞു കളയും എന്ന് പോറ്റി പറയുന്നുണ്ട്. ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല അണ്ണ, അണ്ണൻ പറയുന്നത് പോലെ അപ്പോ അവര് വീട്ടിൽ ചെന്നു കാണാനാണോ എന്ന് മണി ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പോണമെന്നൊന്നുമില്ല, ഇപ്പൊ മഹേഷിന്റെ ഇവിടെയുള്ള ബേക്കറി സരസ്വതിയല്ലോ നടത്തുന്നത്, ആ നരുന്തു അവിടെ കാണും, അങ്ങോട്ടങ്ങ് പോയാ മതി എന്ന് പോറ്റി പറയുമ്പോഴേക്കും എന്നാ കൂടുതൽ താമസിക്കണ്ട, ഒരു ദിവസം മുന്നേ ഈ ബന്ധം അവസാനിപ്പിച്ച അത്രയും സന്തോഷം, സമാധാനം എന്ന് ആശ്വാസത്തോടെ മണിയും പറയുന്നുണ്ട്. എന്നാ വൈകാതെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അവരോടൊന്ന് സംസാരിക്കാം, എല്ലാവരുടെ അടുത്തും വൈദ്യശാലയിൽ പോവെന്ന് പറഞ്ഞാൽ മതി, ഉള്ള കാര്യം പറയണ്ടെന്ന് പോറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയേയുള്ളൂ, അങ്ങനെ തന്നെ പറയാമെന്ന് മണിയും സമ്മതിക്കുന്നുണ്ട്. എന്നാ നിന്റെ പണി നടക്കട്ടെ മണി, നമുക്ക് അങ്ങനെ തന്നെ നോക്കാം എന്ന് പോറ്റിയും സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അതൊക്കെ തന്നെ, പക്ഷേ എനിക്ക് തഞ്ചത്തിൽ പറയാനൊന്നും അറിഞ്ഞൂടാ, പ്രത്യേകിച്ചും ആ കൂട്ടങ്ങളോടെന്ന് മണി പറയുന്നുണ്ട്. നീ മിണ്ടാതങ്ങ് നിന്നാ മതി, ഞാൻ സംസാരിച്ചോളാം എന്ന് പോറ്റി പറയുമ്പോൾ ശരിയണ്ണ, അത് കുഴപ്പമില്ല എന്ന് മണി സമ്മതിക്കുമ്പോഴേക്കും പോറ്റിയും അവിടെ നിന്ന് പോകുന്നുണ്ടേ. പിന്നീട് മഹേഷും രാധയും കൂടി മാധവത്തിലെത്തുന്നുണ്ട്. അവർ ടെൻഷനോടെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് ടീച്ചർ അമ്മയും വീണയും അങ്ങോട്ടെത്തുന്നുണ്ട്. അമ്മ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും രാധയും മഹേഷും അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. മഹേഷ് അപ്പോഴേക്കും അമ്മയുടെ കാലിലേക്ക് കമിഴ് നണിച്ചു വീണ് കാല് പിടിക്കുന്നുണ്ട്. എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും അമ്മേ, ചെയ്ത കുറ്റങ്ങളെല്ലാം മാപ്പാക്കണം എന്ന് സങ്കടം അഭിനയിച്ച് മഹേഷും പറയുന്നുണ്ട്. എടാ, ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പാണോ നൽകുന്നത്? ഇപ്പൊ കുറച്ചു കാലമായിട്ട് കോടതി നടപടികൾ രണ്ടാളും കാണുന്നതാണല്ലോ, തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടും, അത് അനുഭവിക്കണം എന്ന് ടീച്ചറമ്മ രണ്ടുപേരോടുമായി പറയുമ്പോഴേക്കും അനുഭവിക്കാനുള്ളതൊക്കെ ഞാനും ചേച്ചിയും അനുഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കടത്തോടെ മഹേഷും പറയുന്നുണ്ട്. ടീച്ചറമ്മയും സംശയത്തോടെ വിഷമത്തോടെ നിൽക്കുന്ന രാധയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹേഷിനോടായി അനുഭവിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, ആരും ആരുടെയും വക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവൾക്ക് മഹേഷ് വീണ്ടും അമ്മയുടെ കാലിലെ പിടി മുറുക്കിക്കൊണ്ട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എടാ മഹേഷേ, നിലത്ത് കിടന്നിങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് അങ്ങോട്ട്, വെറുതെ ഉടുപ്പിലും പാൻറിലും ഒന്നും അഴുക്കാക്കണ്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും തലയുയർത്തി നോക്കുമ്പോഴേക്കും ആരെയാ നിന്നോട് കാല് പിടിക്കാൻ പറഞ്ഞതെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അവൻ തറയിൽ നിന്നും എണീറ്റ് രാധയെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഓ, സിന്ദൂര വിക്രമന്റെ ക്ലാസ് ആവും അല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ലമ്മേ എന്ന് മഹേഷ് നിഷ്കളങ്കമായി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും പെറ്റമ്മയോട് നുണ പറയരുത്, അവർക്കത് മനസ്സിലാവും, മക്കളുടെ ഉള്ളിലെ നേരും നെറിയും മനസ്സിലാവും. അമ്മയോട് മക്കൾ അടവിറക്കുന്നത് മാപ്പാക്കിയാലും അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലായിട്ടും ക്ഷമിക്കുന്നതാ. ഏതമ്മയുടെ ക്ഷമയ്ക്കും അതിരുണ്ട്, നിങ്ങൾ എല്ലാ അതിരും കടന്നുപോയി എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ
രാധ മുന്നോട്ട് വന്ന്, അമ്മയ്ക്ക് ഞങ്ങളോടുള്ള അനിഷ്ടം കാരണമാണ് കോടതിയിൽ ഞങ്ങൾക്കെതിരെ മൊഴി കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കെതിരെ വീട്ടിൽ എതിർക്കുമ്പോലല്ലോ അമ്മേ കോടതിയിൽ. അത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് രാധ പറയുന്നുണ്ട്. ഒരു വാക്ക് ഒരാളുടെ ജീവിതത്തെ ഉലച്ചു തകർക്കുമെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ അതൊരു വലിയ കാര്യമാ. അത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല തോന്നേണ്ടത്. നമ്മുടെ വാക്കുകൾ കാരണം ജീവിതം നഷ്ടമാകുന്ന മനുഷ്യരെ കൂടി ആലോചിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ചിന്തയാ ഇവിടെ മാസങ്ങളോളം എന്നെ ഇരുട്ടറയിലിട്ടത്. അത്രയും ക്രൂരമായ ശിക്ഷയൊന്നും നമ്മുടെ നിയമ സംവിധാനം പോലും തരില്ല. അതുകൊണ്ട് കോടതി ശിക്ഷിച്ചാലും ഞാൻ അറിഞ്ഞ ഒരു ഇരുണ്ട കാലം നിങ്ങൾക്ക് അറിയേണ്ടി വരില്ല എന്ന് അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതൊക്കെ അന്നത്തെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതല്ലേ അമ്മേ എന്ന് മഹേഷൻ ചോദിക്കുന്നുണ്ട്. ടോയ്ലറ്റ് പോലും ഇല്ലാത്ത, ശ്വാസം കിട്ടാൻ ഒരു വെന്റിലേഷൻ മാത്രമുള്ള ആ ഇരുട്ടുമുറിയില് ഒന്നും ചെയ്യാനാവാതെ ഞാൻ പിടഞ്ഞു കിടന്നപ്പോ നിങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിലേ, നിങ്ങൾ ഇനിയും ജീവിതം പഠിക്കാനുണ്ട്. ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ കാലം നിങ്ങളെ പഠിപ്പിക്കും. നടക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന, സംസാരിച്ച് കിതച്ച് ശ്വാസം മുട്ടിയിരുന്ന എന്നെ നിങ്ങൾ രണ്ടാളും കൂടി വലിച്ചെഴിച്ച് ആ കോണി കയറ്റിയത് ഓർമ്മയുണ്ടോ? ഭൂമിയിൽ തൊടാത്ത മാസങ്ങൾ ഏത് മക്കൾക്ക് അമ്മയെ ഇങ്ങനെ ശിക്ഷിക്കാൻ പറ്റും എന്നമ്മ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അത് അമ്മയെ പുറത്താരെങ്കിലും കണ്ട പ്രശ്നമല്ലേ? മരിച്ചുപോയവര് തിരികെ എന്ന് മഹേഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, ആഹാ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നതോ? ഇപ്പോൾ എന്തുണ്ടായിന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ തിരികെ എത്തുമ്പോൾ എൻ്റെ മക്കള് ജീവൻ തിരികെ കിട്ടിയ പോലെ സന്തോഷിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നെ കണ്ട നിങ്ങളുടെ വേവലാതി ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നതാ നിങ്ങളുടെ ദുഃഖമെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അതൊരു അമ്മയുടെ മനസ്സിനെ എങ്ങനെയൊക്കെ തകർത്തു കളയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് തളർച്ചയോടെ ടീച്ചറമ്മ പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്മയും പിന്നെ പുറത്തു വരാൻ മടിച്ചെന്ന് രാധ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വാർത്ഥത കാരണം പുറത്ത് ജീവിക്കാനുള്ള എൻ്റെ മനസ്സും നഷ്ടപ്പെട്ടു എന്ന് അമ്മ പറയുമ്പോൾ അതാണ് ശരിയെന്നാ ഞങ്ങളൊക്കെ കരുതിയത് എന്ന് രാധ പറയുന്നുണ്ട്. ഞാനും ലച്ചുവും തമ്മിൽ എത്ര അകലെയാണെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്. അന്ന് എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അവളും വീണുപോയി. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അമ്മമാർക്ക് അങ്ങനെ ഒരു പിടപ്പുണ്ടാവും. പക്ഷേ ഞാൻ ആ ഇരുട്ടുമുറിയിൽ വിങ്ങുമ്പോൾ നിങ്ങൾക്കങ്ങനെ ഉണ്ടായില്ല. അതൊരു കുറവായി തന്നെ നിങ്ങൾ കാണണം. അല്ലാതെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ മാത്രം കാലു പിടിക്കാനായിട്ട് ഓടി വരരുത് എന്ന് പറഞ്ഞ് മഹേഷിനോടായി, ഞാൻ പുറത്തു വന്ന നിനക്ക് ആ ഇൻഷുറൻസ് തുക തിരികെ അടയ്ക്കണമെന്നതായിരുന്നു പ്രധാന പ്രശ്നം. എടാ, നിനക്ക് ആ കാശ് ഉപകാരപ്പെട്ടോടാ? ഗുണപ്പെടാൻ സാധ്യത കുറവാ. നമ്മൾ അർഹിക്കുന്നതേ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ, ശരിയല്ലേടെന്ന് മഹേഷിനോടായി ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. പിന്നീട് അവർ രാധയോടായി, ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞപ്പോ നീ അതിൽ കണ്ടത് ഒരു ജോലി സാധ്യതയാണ്. നീ അതിനെ നന്നായി നോക്കി. യോഗ്യത പ്രശ്നം കാരണമല്ലേ നിനക്കത് നഷ്ടമായത്? എല്ലാവർക്കും അവരവരുടെ നേട്ടത്തിലായിരുന്നു കണ്ണ്. അമ്മയെ നഷ്ടമാവുന്നത് നിങ്ങൾക്ക് വേദനയായില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും രുചികളും ഇഷ്ടങ്ങളും നോക്കി ഞാൻ ഉറങ്ങാതെ ഓടിയ കാലം ഇപ്പോ ഈ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ ഏറെയുണ്ട്. ഞാൻ അനുഭവിച്ചത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അതിൻ്റെ വിലയറിയൂ എന്ന് ടീച്ചറമ്മയും അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്മേ, ഇത്രയും കാലം കൊണ്ട് എനിക്കത് ശരിക്കും മനസ്സിലായമ്മേ. അവിടെ ഞാൻ ചെയ്യാത്ത പണിയില്ല, ഒരു വിലയുമില്ലാത്ത ജീവിതം. ശരിക്കും മടുത്തമ്മേ എന്ന് സങ്കടത്തോടെ മഹേഷും പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും കാലം പഠിപ്പിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ടില്ല മഹേഷേ. എനിക്കെന്റെ കുഞ്ഞിയുടെ കല്യാണം കൂടാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സറിഞ്ഞ് നിങ്ങളെന്നെ അതിനായി പിടിച്ചിറക്കണ്ടേ, ഒപ്പം നിർത്തണ്ടേ? അത് നിങ്ങൾ ചെയ്തില്ല. വിവാഹം ഏറ്റെടുത്ത് നടത്തേണ്ട നിങ്ങൾ വിരുന്നുകാരെ പോലെ നിന്നു. ഞാനില്ലാത്ത കാലത്ത് നിങ്ങൾ കുഞ്ഞിയെ ചേർത്തു പിടിക്കണ്ടായിരുന്നോ? നിങ്ങളത് ചെയ്തിട്ടില്ല. സന്തോഷിന്റെ വിഷയമുണ്ടായപ്പോ സഹോദരങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ഇടപെട്ടോ? അതിനാദ്യം ഇവളെ സ്വന്തം പെങ്ങളാണെന്നുള്ളൊരു ബോധ്യം വേണമല്ലോ. അതില്ലല്ലോ. ഇവളോട് ഏതോ ശത്രുവിന്റെ അടുത്തുള്ള പോലെയല്ലേ രണ്ടാളുടെയും പെരുമാറ്റം എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഇവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് രാധ പറയുന്നുണ്ട്. നമ്മളോട് സത്യസന്ധമായ അടുപ്പവും ഇഷ്ടവുമുള്ളവരോട് നമുക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. അത് സ്വാഭാവിക. അതിന് ഇവളോട് ദേഷ്യവും അനിഷ്ടവും തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ എങ്ങനെയാ ഈ പരുവമായതെന്ന്? അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വളർത്തിയത് നിങ്ങളുടെ അച്ചമ്മയോ അമ്മമ്മയോ ഒന്നുമല്ല. അറിയാലോ, ആ മോഹന്റെ തല്ലും തൊഴിയും കൊള്ളാതെ എല്ലാം ഞാനേറ്റ് ഞാനാ നിങ്ങളെ മൂന്നിനെയും വളർത്തിയത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പറയാനൊക്കില്ല. 2 തലമുറയെ വളർത്തിയ ഒരമ്മയാ ഞാൻ. എനക്കൊന്നും അതിൻ്റെ നന്ദിയോ സ്നേഹമോ ഇല്ലെങ്കിലും ഞാനത് അഭിമാനത്തോടെ വിളിച്ചു പറയും. നിങ്ങൾക്ക് രണ്ടിനും ഉള്ളിലാ സ്നേഹമില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ അങ്ങനെയല്ല. അവർക്കറിയാം നിങ്ങളെക്കാളും എന്നെ. എനിക്കതു മതി.
പിന്നെ നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം കരുപ്പിടിപ്പിക്കാൻ എത്രയാ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. അത് എൻ്റെ വിയർപ്പും ചോരയുമായതുകൊണ്ട് അത് പാഴായി പോകുമ്പോൾ എനിക്ക് പൊള്ളും. ഓർമ്മയുണ്ടോ രണ്ടാൾക്കുമെന്ന് ടീച്ചറമ്മ അവരോടായി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മക്കൾക്ക് കൊടുത്തതിന്റെ കണക്ക് പറയുന്നത് മോശമാണമ്മേ എന്ന് രാധ പറയുമ്പോൾ മക്കൾക്കത് ഓർമ്മയില്ലെങ്കിലേ പറയണമെന്ന് തന്നെയാ എൻ്റെ പക്ഷം. നിന്റെ ഗാർമെന്റ് ബിസിനസ്സിനെ ഇപ്പോൾ ഞാൻ തന്നതൊക്കെ നീ മറന്നു. അന്ന് ഞാൻ തന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാധയോടായി ചോദിച്ച് നിന്റെ ബേക്കറിയോടാ എന്ന് മഹേഷിനോടായി ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. മഹേഷ് പരിങ്ങലോടെ നിൽക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ സൗകര്യപൂർവ്വം എല്ലാം മറന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേയുള്ളൂ. പിന്നെ ഇവിടെ മാധവത്തിലുള്ള കാലം നിങ്ങൾക്ക് വീട്ടുചെലവിന് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇങ്ങനെ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് പറയല്ലേ അമ്മേ, കേട്ടിട്ടെന്റെ തൊലി പൊളിയുന്നെന്ന് മഹേഷ് പറയുന്നുണ്ട്. ഇത്രയും കാലം എന്റെ തണല് പറ്റിയാ നിങ്ങൾ ജീവിച്ചതെന്ന് നിങ്ങൾക്ക് എത്ര തൊലി പൊളിഞ്ഞാലും ഞാൻ പറയും. ഞാനത് പറയാൻ കാരണം മറ്റമ്മമാരെ പോലെയല്ല ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ അച്ഛന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളുടെ അക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും വേണമായിരുന്നു. നിങ്ങളെ കാര്യമില്ലാതെ നിരന്തരം ശിക്ഷിക്കാൻ ഓങ്ങിയ കയ്യാ നിങ്ങളുടെ അച്ഛൻ്റേത്. അതെല്ലാം ഏറ്റ് തകർന്നൊരു ശരീരമാ എൻ്റേത്. എന്നിട്ടും നിങ്ങൾ ആ ശിക്ഷിച്ച കൈകളുടെ ഉടമയ്ക്കൊപ്പം പോയി എന്നെ തോൽപ്പിക്കാൻ. എന്നിട്ട് എന്തായി? എന്നെ തോൽപ്പിച്ചോ? അയാളോടൊപ്പം നിന്ന് സ്വയം തോൽക്കാതെ നോക്കിക്കോ. അയാൾ ആരാണെന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കാലം അതും നിങ്ങളെ പഠിപ്പിക്കും. കാത്തിരുന്നോ. ഞാനന്ന് കോടതിയിൽ പറഞ്ഞ സംശയം എനിക്കിപ്പോഴുമുണ്ട്. ഞാൻ കന്യാകുമാരിക്ക് പോകുന്ന കാര്യം മോഹനെ അറിയിച്ചത് നിങ്ങൾ തന്നെയാ എന്ന എൻ്റെ വിശ്വാസം എന്നമ്മ പറയുന്നത് കേൾക്കെ മഹേഷും ടെൻഷനോടെ അമ്മയുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് ചെന്ന് അമ്മേ, സത്യമായിട്ടും ഞങ്ങൾക്കത് അറിയാത്ത കാര്യമാ എന്ന് പറയുന്നുണ്ട്. ആഹാ, അപ്പോൾ വേറെ എങ്ങനെ എന്നൊരു ഉത്തരം കൂടി എനിക്ക് കിട്ടണ്ടേ, അല്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ടീച്ചറമ്മയും അവരോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴൊന്നും അച്ഛൻ്റെ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ മോഹൻ എങ്ങനെയാ അറിഞ്ഞതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മേ, അത് ഞങ്ങൾക്കും അറിഞ്ഞൂടാന്ന് മഹേഷും പറയുന്നുണ്ട്. എനിക്കാദ്യം നിങ്ങളല്ല അത് അറിയിച്ചതെന്ന് ബോധ്യപ്പെടട്ടെ. അതുവരെ കോടതിയിൽ എൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി ആര് സാഷ്ടാംഗം വീണാലും കാല് പിടിച്ചാലും ഒന്നും മാറാൻ പോകുന്നില്ല. അതിനായി വെറുതെ ആരും കുപ്പായത്തിൽ പൊടി പറ്റിക്കണ്ട എന്ന് ടീച്ചറമ്മയും തീർത്ത് പറയുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതം തുലഞ്ഞു പോകുന്നതാണ് അമ്മയുടെ താല്പര്യമെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് രാധയും ടെൻഷനോടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കുമാവില്ല. അക്കാര്യം ഉള്ളിൽ ഓർത്തു വെച്ചോ. പിന്നെ നിങ്ങളല്ല മോഹനെ അറിയിച്ചതെന്ന് എനിക്ക് ബോധ്യമായാലും നിങ്ങളോട് അലിവ് തോന്നാൻ എനിക്കൊന്നുകൂടി വേണം. ശിവരാമേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ ഈ ജന്മത്തിലെ മക്കളെന്ന്. ആ പറഞ്ഞത് തെറ്റാണെന്നുകൂടി എനിക്ക് തോന്നണം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് ടീച്ചറമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മഹേഷും രാധയും ടെൻഷനോടെ പരസ്പരം നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും നടന്നു നീങ്ങുമ്പോഴേക്കും ഒരു നെടുവീർപ്പോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട്, ഇങ്ങനൊരു സമയം തന്ന ഗുരുവായൂരപ്പനും നാവിലെത്തിയ സരസ്വതിക്കും നന്ദി പറയാം അല്ലേ കുഞ്ഞീന്ന്. സത്യവാ അമ്മ, അമ്മയ്ക്കത് പറയാനായല്ലോ എന്ന് സങ്കടത്തോടെ വീണ പറയുമ്പോഴേക്കും ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്റെ ഉള്ളു നിറഞ്ഞു എന്ന് പറഞ്ഞ് വീണയും ടീച്ചറമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ മഹേഷ് അവിടെ രേണുവിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് ഭാർഗവന്റെ വീട്ടിലേക്ക് വരുന്നത്. ആ കാഴ്ച കാണുന്ന മഹേഷും പരിഭ്രമത്തോടെ പോലീസോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് അകത്തേക്ക് ഓടുന്നുണ്ട്. പോലീസ് ജീപ്പ് വന്ന് മുറ്റത്ത് നിർത്തുമ്പോഴേക്കും മഹേഷ് ഓടി ഡൈനിങ് ഹാളിലിരുന്ന് കളിക്കുന്ന ഋതുവിന്റെ അരികിലെത്തി. എടാ ഋതു, ഡാ പോലീസ് വരുന്നടാ എന്ന് പറഞ്ഞ് പുറകുവശത്തൂടെ പുറത്തേക്ക് ഓടുന്നുണ്ട്. യൂണിഫോമിലല്ലാത്ത ഒരു പോലീസുകാരൻ ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഭാർഗവൻ അങ്ങോട്ട് ചെന്ന്, അല്ല സാറ് നേരിട്ടിങ്ങ് പോന്നോ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഓഫറുകൾ ഞങ്ങൾ ഡ്രൈ ഡേ ആവുമ്പോഴാണല്ലോ ഓർക്കുക. പിന്നെ ഒരു വെപ്രാളമല്ലേ ഭാർഗവ എന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് അയാളും പറയുന്നുണ്ട്. സാറൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരിട്ടങ്ങ് എത്തിക്കുമായിരുന്നല്ലോ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോൾ അതല്ലല്ലോ, നേരിട്ട് കണ്ടിട്ടും കുറച്ചായില്ലേ, മുഖതാവിലാവാന്ന് വെച്ചു എന്നാ പോലീസുകാരനും പറയുന്നുണ്ട്. പറമ്പിലൂടെ ഓടിയിറങ്ങിയ മഹേഷ് അപ്പോഴേക്കും റോഡിലെത്തി കിതപ്പോടെ ഓട്ടം നിർത്തുന്നുണ്ട്. വേണു അപ്പോഴേക്കും ഡൈനിങ് ഹാളിലേക്ക് വന്ന് മഹേഷ് ഏട്ടാ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. എവിടെ പോയിന്ന് പിറുപിറുത്തോണ്ട് അമ്മയെ വിളിക്കുന്നുണ്ട്. ശിഖല അങ്ങോട്ട് വരുമ്പോഴേക്കും അമ്മേ, മഹേഷേട്ടനെ കണ്ടോന്ന് രേണു ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നും എന്താ കാര്യമെന്നും അവർ ചോദിക്കുമ്പോൾ ആ മുറി മുഴുവൻ പൊടിയാ, ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് രേണു പറയുന്നുണ്ട്. പോലീസ് എന്ന് പറഞ്ഞ് മഹേഷ് ഇറങ്ങി ഓടിയത് കണ്ട ഋതുവും ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി ഇരിപ്പുണ്ട്. അത് കേട്ട ശശികലയും ആഹാ, അവനെ കാണാനില്ലല്ലേ,
അണ്ണന്റെ കൂട്ടുകാരൻ CI ശശിധരൻ സാർ വന്നിട്ടുണ്ട്. മരുമോനെ പിടിക്കാൻ പോലീസ് വന്നെന്ന് വിചാരിച്ച് ഓടി രാജ്യം വിട്ടു കാണും എന്നവർ ചിരിയോടെ പറയുമ്പോഴേക്കും രേണുവിനും ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും നീ ഇങ്ങ് വന്നെന്ന് പറഞ്ഞ് ശശികല രേണുവിനെ വിളിച്ചോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ഓടിയ മഹേഷ് ഒരു പറമ്പിലെത്തി ആരെയോ മൊബൈലിൽ വിളിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മ്യൂച്വൽ ഡൈവോഴ്സിനായി പോറ്റിയും മണിയും കൂടി ടീച്ചർ അമ്മയെ ബേക്കറിയിൽ ചെന്ന് കാണുന്നതും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോൺ അങ്ങോട്ട് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.